ഹലോ, നമ്മളിപ്പോൾ തേർഡ് മൊഡ്യൂൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻസും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്? ഇഫ് എഫ് ഓഫ് ടി ഈസ് എ ഫംഗ്ഷൻ, ടി എങ്ങനെയുള്ളതായിട്ടാണ് പറയുന്നത്? ടി മസ്റ്റ് ബി എ നോൺ നെഗറ്റീവ് വാല്യൂ ദാറ്റ് ഈസ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. എസ് ഈസ് എ റിയൽ ഓർ കോംപ്ലക്സ് പാരാമീറ്റർ. ഇങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഡിഫൈൻ ചെയ്തത്. അതുപോലെ തന്നെ കുറേ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എൽ ഓഫ് 0 എന്ന് പറയുന്നത് 0, എൽ ഓഫ് 1 എന്ന് പറയുന്നത് 1/s, എൽ ഓഫ് ടി എന്ന് പറയുന്നത് 1/s², എൽ ഓഫ് ടി റേസ് ടു എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n+1. അങ്ങനെ ധാരാളം ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും പറഞ്ഞു. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. 4-5 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ലീനിയറിറ്റി പ്രോപ്പർട്ടി, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അല്ലെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, പിന്നെ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയായിരിക്കും വരിക, അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയായിരിക്കും വരിക, അങ്ങനെ ഒരു പിന്നെ ഏതൊക്കെ കണ്ടീഷനിലാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുക, എല്ലാ കേസിലും ഉണ്ടായിരിക്കുമോ ലാപ്ലേസ് ട്രാൻസ്ഫോം, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരു ഫംഗ്ഷൻ്റെ എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു 5 പ്രോപ്പർട്ടീസാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ ആണ് അല്ലേ. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നമ്മളൊരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. ആ ലാപ്ലേസ് ഓപ്പറേഷൻ ലീനിയർ ആണെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ there exist two functions f of t and g of t. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്, a and b. അങ്ങനെയാണെങ്കിൽ l of f of t plus g of t is equal to l of f of t plus l of g of t. ഇങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. l of f of t plus g of t is equal to l of f of t plus l of g of t. നമുക്ക് ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നത്. ഇതിന്റെ പ്രൂഫ് എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ ഇവിടെ LHS എടുത്തു നമ്മൾ. l of f of t plus g of t. നമുക്ക് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ എന്ത് ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. ഡെഫിനിഷൻ എന്ത് വരും? 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി. എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെ എന്താണ്? സം ആണ് അല്ലേ. എഫ് ഓഫ് ടി പ്ലസ് ജി ഓഫ് ടി ഡി ടി. ഇനി എന്ത് ചെയ്യാം? ഇ റേസ് ടു മൈനസ് എസ് ടി നമുക്ക് ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി. ഇനി ഇൻ്റഗ്രൽ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് വരുമ്പോൾ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്ത് വരും? 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി. ഇതെന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് എൽ ഓഫ് ജി ഓഫ് ടി. ഈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഒക്കെ ഒരു 4 മാർക്കിനോ ഒക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. അപ്പോൾ 1 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി മാത്രമേ എഴുതാറുള്ളൂ. 4 മാർക്കിനൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് there exist two functions f of t and g of t and two constants a and b, then l of f of t plus g of t equal to l of f of t plus l of g of t. ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഇനി അടുത്തത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ആണ് നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളത്. ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്. ഇതെന്തുകൊണ്ട് എങ്ങനെ എഴുതണമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. എന്താണ്? എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് അവിടെ എന്താണ് ചെയ്യുന്നത്? ഇൻ്റഗ്രേഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്തിലാണ് കിട്ടുന്നത്?
എസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിരിക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ ഫംഗ്ഷൻ നമ്മൾ എഫ് ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ. ഇവിടെ എന്താ ചെയ്യണത്? എൽ ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോറി, മൈനസ് ഇല്ല. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഇ റേസ് ടു എ ടി എന്ന് പറയുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി റിസൾട്ട്? എഫ് ഓഫ് എസ് മൈനസ് എ. അവിടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? എഫ് ഓഫ് എസ് എന്നുള്ളത് എന്തായി മാറി? എഫ് ഓഫ് എസ് മൈനസ് എ ആയിട്ട് മാറി. നമ്മൾ അവിടെ ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇനിയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇനി വരുന്നുണ്ട് അത് കുറച്ചുകൂടി കഴിയുമ്പോൾ. സോ ദിസ് ഈസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണിത്. L of f of t, L of f of t equal to f of s, then L of e raised to a t f of t equal to f of s minus a. ഇതിന്റെ പ്രൂഫ് നോക്കാം നമുക്ക്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. L of e raised to a t f of t equal to f of s minus a എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ അത് എടുത്തു. L of e raised to a t f of t equal to integral 0 to infinity e raised to minus st into ഇത്രയും അല്ലേ ഫംഗ്ഷൻ വരുന്നത്? എഫ് ഓഫ് ടിയുടെ പകരം എന്താണ് ഇവിടെ? e raised to a t f of t. ഇത്രയാണ് ഫംഗ്ഷൻ വരുന്നത്. e raised to a t f of t dt. This is 0 to infinity. ഇവിടെ ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? e raised to ഒരു മൈനസ് ഔട്ട് സൈഡിൽ തന്നെ എന്ത് വരും? s minus a into t f of t. ഇനി എസ് മൈനസ് എ എന്നുള്ളതിന് ഞാൻ ആർ എന്ന് കൊടുക്കുകയാണ്. എസ് മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ആർ ഇൻറ്റു ടി എഫ് ഓഫ് ടി. ഇപ്പോഴും എന്ത് തന്നെ വന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ അതേ ഡെഫിനിഷൻ ഫോമിലേക്ക് തന്നെ വന്നില്ലേ? പക്ഷെ ഇവിടുത്തെ പാരാമീറ്റർ എന്തായിരുന്നു മാത്രം? എസിന് പകരം ആർ ആയിരുന്നു മാത്രം. അത്രയല്ലേ ഉള്ളൂ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്ന ഡെഫിനിഷനിലൊക്കെ എസ് ആയിരുന്നു പാരാമീറ്റർ വന്നത്. പക്ഷെ ഇവിടെ എന്തായി തീർന്നു? ആർ എന്നുള്ള പാരാമീറ്ററിലേക്ക് വന്നു. സോ ഇതിനെ എങ്ങനെ എഴുതാം? എസ് ആയിരുന്നു പാരാമീറ്റർ എന്നുള്ളപ്പോൾ എന്ത് വന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആയിരുന്നു. ഇവിടെ ആർ വരുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് ആർ. ആർ എന്താണ്? എസ് മൈനസ്. അപ്പൊ എന്ത് കിട്ടി? എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്താന്ന് കിട്ടി? എഫ് ഓഫ് എസ് മൈനസ് എന്ന് കിട്ടി. ഇതാണ് എന്ത്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ റിസൾട്ട്സിനെയും നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ട്രാൻസ്ഫോർമേഷൻസിനെയും എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. അതെങ്ങനെ വരും നോക്കാം. ഇത് കൂടുതലും പ്രോബ്ലം ഒക്കെ ചെയ്യാനാണ് ഈ റിസൾട്ട് യൂസ് ചെയ്യുക. അതായത് ഒരു ഫംഗ്ഷനെ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനെ ഇ റേസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ത് ചെയ്താൽ മതി? ഈ എഫ് ഓഫ് എസ് മൈനസ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയാ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കറിയാം എന്ത്? എൽ ഓഫ് ടി റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണെന്ന് അറിയാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു ടി റേസ് ടു എൻ എന്ത് വരും? ഇവിടെ ഷിഫ്റ്റ് ചെയ്യാണ്. ടി റേസ് ടു എന്നിനെ ഇ റേസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണെന്ന്. എന്താണ് വരുന്നത്? എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. അതായത് ഇത് എഫ് ഓഫ് എസ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? എഫ് ഓഫ് എസ് മൈനസ് എ മാറും. അതായത് എസിന്റെ പ്ലേസിൽ ആര് വരും? എസ് മൈനസ് എ വരും. വേറെ ചേഞ്ച് ഒന്നുമില്ല. എൻ ഫാക്ടോറിയൽ ബൈ എസ് മൈനസ് എ ടു ദ പവർ എൻ പ്ലസ് 1. ക്ലിയർ ആയില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്? സാധാരണ നമുക്ക് അറിയുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എസിന്റെ കൂടെയൊക്കെ എന്ത് വരും? എസ് മൈനസ് എ വരും. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ഇ റേസ് ടു എ ടി സൈൻ ബി ടി. ഇവിടെ സൈൻ ബി ടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സൈനിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ഇവിടെ ബി ആണ് വേരിയബിൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈൻ ബി ടി എന്തായിരിക്കും? ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എസിന്റെ പ്ലേസിലൊക്കെ എസ് മൈനസ് എ വരും. അപ്പോൾ ബി ബൈ എസ്
എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതുപോലെ കോസ് വരുമ്പോൾ എന്ത് വരും? കോസ് എന്തായിരുന്നു? എൽ ഓഫ് ഇ റേസ് ടു എ ടി കോസ് ബി ടി. എൽ ഓഫ് കോസ് ബി ടി എന്തായിരുന്നു? കോസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായിരുന്നു കോസിന്റെ. അപ്പോൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? എസിന്റെ പ്ലേസിലൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എസ് മൈനസ് എ. അപ്പോൾ എസ് മൈനസ് എ ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും. ഇതുപോലെ എല്ലാ ഫംഗ്ഷൻസിന്റെയും ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് എഴുതാം. ഇതാണ് ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടീസ്, ലീനിയാരിറ്റി പ്രോപ്പർട്ടിയും ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെ കേസിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത്. എല്ലാ കേസിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതാണ് അടുത്ത തിയറം, എക്സിസ്റ്റൻസ് തിയറം ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം. എക്സിസ്റ്റൻസ് തിയറം ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഈ എക്സിസ്റ്റൻസ് തിയറം ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം പറയുന്നത് let f of t be a piecewise continuous function. എന്താണ് പീസ്വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിയലിൽ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. എന്താണ് പീസ്വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇന്റർവെല്ലിന് ഇപ്പൊ ആൽഫ തൊട്ട് ബീറ്റ വരെയുള്ള ഒരു ഇന്റർവെൽ തന്നിട്ടുണ്ട്. ഈ ഇന്റർവെല്ലിനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യണത്. കുറെ കുഞ്ഞു 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 ഭാഗങ്ങളാക്കി മാറ്റണം. അങ്ങനെയുള്ള ഓരോ ചെറിയ പോർഷനിലും ഓരോ ചെറിയ സബ് ഇന്റർവെല്ലിലും ഇത് ടി നോട്ട്, ടി വൺ, ടി ടു എക്സെട്ര, ടി എൻ അങ്ങനെ പോകുന്നത് ആൽഫ, ഇത് ബീറ്റ. ഈ ഓരോ ചെറിയ സബ് ഇന്റർവെല്ലും എന്തുണ്ടായിരിക്കണം? നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ടോട്ടൽ ഇന്റർവെല്ല് കണ്ടിന്യൂസ് ആവണമെന്നില്ല, അത് പറയണമെന്നില്ല കേട്ടോ. അതായത് ഈ മൊത്തം ആൽഫ ടു ബീറ്റ എന്നുള്ള ടോട്ടൽ ഇന്റർവെല്ലിൽ മൊത്തം കൺസിഡർ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നില്ല. പക്ഷെ എവിടെയൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കും? ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഇന്റർവെൽസിൽ ചെറുതാക്കി പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഈ ചെറിയ ഇന്റർവെൽസിലൊക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? പീസ് വൈസ് കണ്ടിന്യൂസ് പറയുന്നത്. പിന്നെ ഓരോ എൻ പോയിന്റിൽ എന്തുണ്ടായിരിക്കും? എൻ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ലിമിറ്റ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ മെയിൻ ആയിട്ട് പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. എന്ത്? ഒരു വലിയൊരു ഇന്റർവെല്ലിനെ ചെറിയ ഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഇന്റർവെൽസ് ആയിട്ട് നമ്മൾ ബ്രോക്കൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ പീസുകളിലൊക്കെ എന്ത് വേണം? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ടോട്ടൽ ഇന്റർവെല്ല് കണ്ടിന്യൂസ് ആവണമെന്നില്ല, ഓരോ ചെറിയ പാർട്ടീഷൻസിലും കണ്ടിന്യൂസ് ആവുക. അതിനെയാണ് എന്ത് പറയുന്നത്? പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നമുക്കിനി നമ്മുടെ എക്സിസ്റ്റൻസ് തിയറത്തിലേക്ക് വരാം. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. For every in the range of interval t greater than or equal to 0 and satisfies modulus of f of t less than or equal to m into e raised to kt for all t greater than or equal to k. The capital K, the small k ആണ്. For some real constants m, k, capital K. Then the Laplace transform L of f equal to integral 0 to infinity e raised to minus st f of t dt exists. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. പീസ് വൈസ് കണ്ടിന്യൂസ് എന്താണെന്നുള്ളത് പറഞ്ഞു. Then f of t, mod f of t, f of t യുടെ absolute value modulus f of t is less than or equal to m e raised to kt. ഇങ്ങനെ ഇതിന്റെ അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്തിനേക്കാളും ചെറുതായിരിക്കണം? m e raised to kt എന്നുള്ള ഒരു കോൺസ്റ്റന്റിനേക്കാളും ചെറുതായിരിക്കണം. അല്ലെങ്കിൽ ഇതായിരിക്കണം അതിന്റെ ഫംഗ്ഷന്റെ ആബ്സല്യൂട്ട് വാല്യൂവിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് m e raised to kt for all t greater than or equal to k. എങ്ങനെയുള്ള ടീകൾക്ക്? കെ എന്ന് പറയുന്നത് ഈ കെ അല്ല കേട്ടോ, ഈ കെയും ഈ കെയും വ്യത്യാസമുണ്ട്. ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, റിയൽ കോൺസ്റ്റന്റ് ആണ് ക്യാപിറ്റൽ കെ എന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ തൊട്ട് ഇവിടെയാണ് റിയൽ ലൈനിൽ ഇവിടെയാണ് ഈ ക്യാപിറ്റൽ കെ എന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ടീകൾക്കും, ഈ കെ തൊട്ട് അവിടെ അങ്ങോട്ടുള്ള എല്ലാ ടീകൾക്കും ഈ കണ്ടീഷൻ എന്ത് വേണം? സാറ്റിസ്ഫൈ ചെയ്യണം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ, ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇപ്പം എന്തൊക്കെയാണ് കണ്ടീഷൻസ്? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. പിന്നെ മോഡ് എഫ് ഓഫ് ടി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇ റേസ് ടു കെ ടി ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്നത് ഒരു റിയൽ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ അവിടെ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ടികൾക്കും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിനൊക്കെ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. തിയറം ചോദിക്കുമ്പോൾ ഇതേ ലൈനിൽ ഇതേ സെൻറ്റൻസിൽ തന്നെ എഴുതണം കേട്ടോ. മാറ്റങ്ങളൊന്നും നിങ്ങളുടേതായ മാറ്റങ്ങളൊന്നും വരുത്തരുത്. കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ലെറ്റ് എഫ് ഓഫ് ടി ബി എ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ ദ ഇൻ്റർവെൽ in the range t greater than or equal to 0 that satisfies the condition mod f of t less than or equal to m e raised to kt for all t greater than or equal to capital K for some real constants m, k and k. Then the Laplace transform of f of t L of f equal to 0 to infinity e raised to minus st f of t dt exists for all s greater than k. k എന്ന് പറയുന്നത് സ്മോൾ k ആണ്. ഇതാണ് എന്ത്, ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. പിന്നെ ഈ 3 പ്രോപ്പർട്ടി ഞാൻ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ്? ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ജി ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് എൽ ഓഫ് ജി ഓഫ് ടി. പിന്നെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞു എന്താണ്? എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ. ദെൻ തേർഡ് കണ്ടീഷൻ എക്സിസ്റ്റൻസ് തിയറം ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനായിട്ട്. കറക്റ്റായിട്ട് ഇതുപോലെ എഴുതണം. എന്തൊക്കെയാണ്? ഇഫ് ലെറ്റ് എഫ് ഓഫ് ടി ബി എ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ ദ റേഞ്ച് ഇൻ ദ ഇൻ്റർവൽ ranges between t greater than or equal to 0 that satisfies the condition mod f of t less than or equal to m e raised to kt for all t greater than or equal to capital K for some real constants m, k and k. Then the Laplace transform of the function f of t, that is L of f equal to integral 0 to infinity e raised to minus st f of t dt exists for all s greater than k. ഇത്രയും 3 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ബാക്കിയുള്ള 2 പ്രോപ്പർട്ടീസ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.